ആരോഗ്യരംഗത്തെ ആഗോള കുത്തകയിൽ നിന്നും CPIM കോടികൾ കൈപ്പറ്റിയെന്ന് BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. അമേരിക്കയിലെ ബ്ലാക്ക് സ്റ്റോണിന്റെ സബ്സിഡറിയായ P1 ഇൻഫ്രാസ്ട്രക്ചർ CPIMന് 2 തവണയായി നൽകിയത് 4 കോടി രൂപയാണ്. പണം നൽകിയ ശേഷം P1 ഇൻഫ്രാസ്ട്രക്ചർ കേരളത്തിൽ സ്വകാര്യ ആശുപത്രികൾ വാങ്ങിക്കൂട്ടിയെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ഈ പൊതുസമൂഹത്തോട് ഉത്തരം പറയാൻ ബാധ്യതപ്പെട്ട വ്യക്തി ആരോഗ്യവകുപ്പ് മന്ത്രി മാത്രമല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിയാണ്. ഇവിടെ വലിയ ഒരു കച്ചവടം സർക്കാർ അറിഞ്ഞുകൊണ്ട്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയും അറിഞ്ഞുകൊണ്ട് കേരളത്തിൽ വലിയ ഒരു കച്ചവടം അവർ നടത്തിയിരിക്കുകയാണ്. ഈ P1 ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ കമ്പനിക്ക് 2021 വരെ നമ്മുടെ നാട്ടിൽ യാതൊരു തരത്തിലുമുള്ള ബിസിനസ്സും അവർ നടത്തുന്നില്ല. 8/3/2021 2 കോടി രൂപ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഫണ്ടിലേക്ക് നൽകുകയും 9/3/2021 വീണ്ടും ഒരു 2 കോടി രൂപ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഫണ്ടിലേക്ക് നൽകുകയും ചെയ്തത് 2021 ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന അമേരിക്കയിലെ വലിയ ഒരു കമ്പനിയുടെ ഉപകമ്പനിയാണ് P1 ഇൻഫ്രാസ്ട്രക്ചർ. കേരളത്തിലെ 10ഓളം വരുന്ന പ്രൈവറ്റ് കമ്പനികളെ അവർ വാങ്ങിയിരിക്കുകയാണ്. ഈ പാർട്ടി എപ്പോഴും പറയുന്നത് ഞങ്ങൾ സാമ്രാജ്യത്വ മുതലാളിത്വത്തിനെതിരാണ്, ഞങ്ങൾ ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരു അമേരിക്കൻ സാമ്രാജ്യത്വ കമ്പനിയെ കേരളത്തിലേക്ക് കൈപ്പിടിച്ചു കൊണ്ടുവന്ന് മുഖ്യമന്ത്രി സാധാരണക്കാരനോട് നീതി പുലർത്താതെ, ആരോഗ്യ മേഖലയോട് നീതി പുലർത്താതെ ഇത്തരത്തിലുള്ള വലിയ ഒരു സാഹചര്യം പാവപ്പെട്ടവനെതിരായി കേരളത്തിന്റെ മണ്ണിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഏറ്റവും അവസാനം ശ്രീമതി ഉഷ ജോസഫിനും ഈ ദുരിതക്കയത്തിൽ എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്.